ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സുരക്ഷാ വീഴ്ച, എംപിമാരുടെ സസ്പെൻഷൻ എന്നിവ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. രാജ്യസഭയിലും ലോക്സഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ കേന്ദ്ര സർക്കാർ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി. സാമ്പത്തിക വളർച്ചാ നിരക്കിൽ 16% വർധനയോടെ ഇന്ത്യ ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി കൊളറാഡോ കോടതി. വാർത്തകൾ വിശദമായി. സുരക്ഷാ വീഴ്ച, എംപിമാരുടെ സസ്പെൻഷൻ എന്നിവ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. രാജ്യസഭയിലും ലോക്സഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. 12 മണിവരെ നിർത്തിവെച്ച സഭാ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, JDU, ഇടതംഗങ്ങൾ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധം ആരംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിച്ചു. തുടർന്ന് ആദ്യം 11:15 വരെയും പിന്നീട് 12 മണിവരെയും നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻഖറിനെ പാർലമെന്റ് സമുച്ചയത്തിൽ ഇന്നലെ പ്രതിപക്ഷ എംപിമാർ അനുകരിച്ചതിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. സംഭവം നിരാശപ്പെടുത്തുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ജനപ്രതിനിധികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ അത് മാന്യതയുടെ മാനദണ്ഡങ്ങൾക്കുള്ളിൽ ആയിരിക്കണമെന്നും രാഷ്ട്രപതി പ്രതികരിച്ചു. വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോണിൽ വിളിച്ചതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചുമതലകൾ നിറവേറ്റാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞതായും ശ്രീ ജഗദീപ് ധൻഖർ വ്യക്തമാക്കി. രോഗപ്രതിരോധ രംഗത്ത് സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ കേന്ദ്ര സർക്കാർ സുസജ്ജമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്ത് കോവിഡ് കേസുകളും പനിയും ശ്വാസകോശ രോഗങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനങ്ങളുടെ രോഗപ്രതിരോധ തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തി. കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത്. ആരോഗ്യ സഹമന്ത്രിമാരും ICMR മേധാവിയും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്നും കേരളം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സുസജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 2000 കടന്നു കോവിഡ് കേസുകൾ. ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 2041 കേസുകളാണ് സംസ്ഥാനത്തുള്ളത്. രാജ്യത്താകെ 2311 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇന്നലെ മാത്രം കേരളത്തിൽ 292 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആഗോള സാമ്പത്തിക വളർച്ചാ നിരക്കിൽ 16% വർധനയോടെ ഇന്ത്യ സമ്പദ് രംഗത്ത് ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഡിജിറ്റലൈസേഷൻ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കരണങ്ങൾ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതായും IMF അറിയിച്ചു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ തിരിച്ചുവരവ് നടത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക വളർച്ച രാജ്യത്തെ ജനങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയ്ക്കും സഹായം പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യയ്ക്ക് കുറഞ്ഞ ചെലവിൽ സുസ്ഥിര പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലെ 2023 അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ചന്ദ്രയാൻ ദൌത്യത്തിലൂടെ ഇന്ത്യ ലോകത്തിന്റെ പ്രതീക്ഷ ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ദേശീയപാതകളെ അമേരിക്കൻ റോഡുകളോട് കിടപിടിക്കുന്നവയാക്കുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇതോടെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിലെ തിരക്ക്, യാത്രാസമയം, റോഡ് അപകടങ്ങൾ എന്നിവ കുറയ്ക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 50 ലക്ഷം കോടി രൂപയുടെ റോഡ് പദ്ധതികൾക്കാണ് ഗതാഗത മന്ത്രാലയം അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുകയാണ്. ഇടുക്കി ജില്ലയിലെ 16 പഞ്ചായത്തുകളിൽ ഇതിനോടകം പര്യടനം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇടുക്കി ജില്ലയിൽ 16 പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. മിക്കയിടങ്ങളിലും യാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കർഷകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവരും യാത്രയുടെ ഭാഗമായി. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും യാത്രയുടെ ഭാഗമായി ഒരുക്കിയ പ്രത്യേക വാനിൽ പദ്ധതികളെക്കുറിച്ച് നടത്തുന്ന വീഡിയോ പ്രദർശനവും പ്രയോജനകരമാണെന്നാണ് മിക്കവരുടെയും അഭിപ്രായം. കാർഷിക മേഖലയിൽ വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതും അർഹരായവർക്ക് വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമാകാനും ആനുകൂല്യങ്ങൾ നേടാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തത് ഏവർക്കും പ്രയോജനകരമായി. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന യാത്ര ഇടുക്കി ജില്ലയിൽ 54 സ്ഥലങ്ങളിലാണ് എത്തിച്ചേരുന്നത്. നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. ആദ്യ സദസ്സ് വർക്കലയിലാണ്. വൈകിട്ട് 6-ന് വർക്കല ശിവഗിരി മഠം ഓഡിറ്റോറിയമാണ് നവകേരള സദസ്സിന് വേദിയാകുന്നത്. പൊതുജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുന്നതിനായി 23 കൌണ്ടറുകളാണ് വേദിക്കരികിലായി സജ്ജമായിട്ടുള്ളത്. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ നിവേദനങ്ങൾ സ്വീകരിക്കും. കൊല്ലത്ത്, ചാത്തന്നൂർ, ഇരവിപുരം മണ്ഡലങ്ങളിലും ഇന്ന് സദസ്സ് നടക്കുന്നുണ്ട്. നാളെ ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. തെക്കൻ തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 40 ലക്ഷത്തോളം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചതായാണ് റിപ്പോർട്ട്. 1871 ശേഷമുള്ള പ്രദേശത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിത്. പ്രദേശത്ത് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം തുടരുന്നു. കര, വ്യോമ സേനകളുടെ കൂടി സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഹെലികോപ്റ്ററുകൾ അനുവദിക്കണമെന്നും സ്ഥിതിഗതികൾ രൂക്ഷമാണെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ പറയുന്നു. വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. റോഡ്, റെയിൽ ഗതാഗതത്തെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. അഴിമതി കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊന്മുടി കുറ്റക്കാരനാണെന്ന് മദ്രാസ് ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊന്മുടിയെയും ഭാര്യ P വിശാലാക്ഷിയെയും കുറ്റവിമുക്തരാക്കിയ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് G ജയചന്ദ്രന്റെ ഉത്തരവ്. ശിക്ഷാവിധി കോടതി നാളെ പ്രഖ്യാപിക്കും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൊളറാഡോ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നത് വിലക്കി കൊളറാഡോ സുപ്രീം കോടതി. 4-3 ഭൂരിപക്ഷത്തിനാണ് കോടതി ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ക്യാപിറ്റോൾ കലാപത്തിലെ ഡൊണാൾഡ് ട്രംപിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് കോടതി വിധി. വിധി മറ്റു സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടുത്ത മാർച്ച് 5-ന് നടക്കുന്ന പ്രാഥമിക തിരഞ്ഞെടുപ്പിനാണ് കോടതി വിധി ബാധകമാവുക. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ റിപ്പബ്ലിക്കൻ വോട്ടർമാർക്ക് അവസരം നൽകുന്നതാണ് പ്രാഥമിക തിരഞ്ഞെടുപ്പ്. ഡൊണാൾഡ് ട്രംപിനെതിരായ കൊളറാഡോ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൊളറാഡോ പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിവേക് രാമസ്വാമി. മറ്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോടതി വിധി നിയമവിരുദ്ധമാണെന്നും തെറ്റായ പരിണിത ഫലങ്ങൾക്ക് ഇടയാക്കുമെന്നും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സുരക്ഷാ വീഴ്ച, MPമാരുടെ സസ്പെൻഷൻ എന്നിവ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. രാജ്യസഭയിലും ലോക്സഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ കേന്ദ്ര സർക്കാർ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി. സാമ്പത്തിക വളർച്ചാ നിരക്കിൽ 16% വർധനയോടെ ഇന്ത്യ ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി കൊളറാഡോ കോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.